ഹലോ, അസ്സാം വലൈക്കും. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഷെയർ ചെയ്യുന്നത് ഒരു ചെറിയ വ്ളോഗാണ്. നമ്മുടെ നോമ്പിൻ്റെ 4ാമത്തെ ദിവസത്തിൽ നോമ്പ് തുറക്കുന്ന വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ അന്നത്തെ ദിവസം ഉണ്ടാക്കിയിട്ടുള്ളത് ഗ്രീൻ പീസ് കറിയാണ്. വേറെ കടിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ഗ്രീൻ പീസ് കറിക്ക് വേണ്ടിയിട്ട് നമ്മൾ പൊറോട്ട വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് കടി ഉണ്ടാക്കാത്ത കാരണം കുറച്ച് പൊറോട്ട വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ പൊറോട്ടയാണ് വാങ്ങിയിട്ടുള്ളത്. പൊരിക്കടിയായിട്ട് കുറച്ച് പക്കവടയും പിന്നെ കുറച്ച് മുളക് ഉണ്ടായിരുന്നു, അത് ഏറ്റവും മുളക് ബജ്ജും ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഫ്രൂട്ട്സായിട്ട് പേരക്ക, ആപ്പിള്, മുസബി ഇതെല്ലാം കൂടി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. വേറൊരു പാത്രത്തിൽ ചക്രമത്ത കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ഈത്തപ്പഴം ഒരു പാത്രത്തിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. പിന്നെ വെള്ളം കലക്കിയിട്ടുണ്ട്, അത് ഗ്ലാസ്സിലൊക്കെ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. നോമ്പ് തുറക്കാൻ ടൈമായി തുടങ്ങി വരുന്നുണ്ട്, അപ്പോൾ ഗ്ലാസ്സിലൊക്കെ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ജ്യൂസായിട്ട് മുന്തിരി ജ്യൂസ് തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇപ്പം അടുപ്പിച്ച് മുന്തിരി ജ്യൂസ് തന്നെയാണ് ഉണ്ടാക്കാറ്. ഇനി ഒന്ന് മാറ്റി പിടിച്ച് നോക്കണം. അപ്പോൾ ബാങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും നോമ്പ് തുറക്കാൻ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും നോമ്പ് തുറക്കുകയാണ്. അപ്പം എന്നാൽ ഞങ്ങളെല്ലാവരും നോമ്പ് തുറക്കട്ടെ. അപ്പം ഞങ്ങൾ നോമ്പ് തുറന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മുടെ ചാനലിൽ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലേക്ക് എനേബിൾ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോഴാണ് ഞാൻ ഇടുന്ന വീഡിയോയ്ക്ക് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ എത്തുകയുള്ളൂ. അപ്പം നോമ്പ് തുറക്കലൊക്കെ ഒരുവിധം ഇവിടെ അവസാനിച്ചിട്ടുണ്ട്. അപ്പം ഇനിയിപ്പോൾ ഓരോരുത്തരായി എണിച്ച് പോകുന്നുണ്ട്. അപ്പോൾ ഓരോരുത്തർ നിസ്കരിക്കാനൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് വരാം. അപ്പം നിസ്കാരമൊക്കെ കഴിഞ്ഞ് ചായ കുടിക്കാൻ നോക്കുകയാണ്. പൊറാട്ടയും ഗ്രീൻ പീസ് കറിയാണ് ഇന്ന് ഞങ്ങൾക്ക് ചായക്കുള്ളത്. അപ്പം എന്നാൽ ഞങ്ങൾ ചായ കുടിക്കട്ടെ.
അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൻ ഇനേബിൾ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോഴാണ് ഞാൻ പുതിയ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ കിട്ടുകയുള്ളൂ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോയുമായി അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.